അടുത്തതായി മാജിക്കറിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയും ഒരു എളുപ്പ വിഭവമാണ്. ഇതൊരു സ്പെഷ്യൽ വിഭവമാണ്. ഇതിൻ്റെ പേര് തന്നെ പാച്ചോറ് എന്നാണ്. പാച്ചോറ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തോന്നും പാല് ചേർത്തുണ്ടാക്കുന്ന ഒരു ചോറ്. അല്ല, പാച്ചോറ് എന്ന് പറഞ്ഞാൽ ഇതിൽ പയറാണ് ഉദ്ദേശിക്കുന്നത്. പയറിൻ്റെ പായും ചോറും, പാച്ചോറ്. അപ്പോൾ ഈ പാച്ചോറ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, കഴിക്കാൻ നല്ല പോഷകപ്രദമാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. പച്ചരി 1/2 കപ്പ്, പയറ് 1 കപ്പ്, ശർക്കര ചീകിയത് 1 കപ്പ്, കരിപ്പട്ടി ചീകിയത് 1 കപ്പ്, വെള്ളം 1 കപ്പ്, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, നെയ്യ് 4 ടേബിൾ സ്പൂൺ, 6 ഏലക്കയും 1 ടീസ്പൂൺ ജീരകവും ഒന്നിച്ചാക്കി പൊടിച്ചെടുത്തത്. അപ്പോൾ നമുക്കിനി പാച്ചോറ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ പാച്ചോറിന് പ്രധാനമായിട്ട് വേണ്ടത് പച്ചരി 1, അതിലും പ്രധാനമായിട്ട് വേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് പച്ചരി ആണെങ്കിൽ അതിൻ്റെ ഡബിളാണ് ചെറുപയർ, 1 കപ്പ് ചെറുപയർ. അപ്പോൾ അത് നേരത്തെ നമ്മളിങ്ങനെ വേവിച്ച് വയ്ക്കണം. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ചോറ് നന്നായിട്ടൊന്ന് വേകണം. 1/2 കപ്പ് പച്ചരി വേവിച്ചത്, ഇത് 1 കപ്പ് ചെറുപയർ വേവിച്ചത്. പക്ഷേ ഇതങ്ങനെ വെന്ത് കുഴഞ്ഞ് പേസ്റ്റ് പോലെ ആകരുത്, പാകത്തിന് വെന്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ആദ്യമേ തന്നെ റെഡിയാക്കി വയ്ക്കുക. പിന്നെന്താ, ഇനി ബാക്കി കാര്യങ്ങൾ. ഇതിൽ ശർക്കരയും കരിപ്പട്ടിയും കൂടി മിക്സാണ്, പകുതി ഈക്വൽ ക്വാണ്ടിറ്റി. ഇപ്പോൾ 1 കപ്പ് ശർക്കരയും 1 കപ്പ് കരിപ്പട്ടിയും ചീക്കിയത് അതും റെഡിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആ കരിപ്പട്ടിയും ശർക്കരയും കൂടി ഒന്നിച്ചാക്കി 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് അലിയിക്കണം. അപ്പോൾ നമുക്കിനി ശർക്കരയും കരിപ്പട്ടിയും ഒന്നിച്ചാക്കി ഉരുക്കാം. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ശർക്കര ഇത് 1 കപ്പ് ചീകിയത്, അതുപോലെ കരിപ്പട്ടിക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് അല്ലേ, അത് 1 കപ്പ്, ഇതിനോടൊപ്പം 1 കപ്പ് വെള്ളം. നന്നായിട്ടൊന്ന് ഉരുകട്ടെ. അടുപ്പ് കത്തിച്ചു കൊടുക്കാം. കരിപ്പട്ടിയും ശർക്കരയും കൂടി ചേർന്ന് നന്നായിട്ട് അലിഞ്ഞ് നല്ലതായിട്ട് തിളച്ച് പൊങ്ങുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ചൂട് കെട്ടിയുള്ള മറ്റൊരു പാത്രം, അതിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. എന്തായാലും ശർക്കരയിലും കരിപ്പട്ടിയിലും ഒക്കെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അഴുക്കോ എന്തെങ്കിലും പൊടിയോ ഒക്കെ. അപ്പോൾ അതൊന്ന് പോകണം. അതാദ്യത്തെ കാര്യം. എല്ലാ ഇംപ്യൂരിറ്റീസും നമ്മൾ അരിച്ചു മാറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരിച്ചോറ്, ഇത് 1/2 കപ്പ് പച്ചരി നന്നായി വേവിച്ചാണ്. അപ്പോൾ ഇച്ചിരി ഒരു എന്താ പറയുക, എൻ്റെ ചാറോട് കൂടി, ഒരുപാട് ചാറൊന്നും വേണ്ട, പക്ഷെ ഭയങ്കര ടൈറ്റായിട്ട് എടുക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. കഞ്ഞിയാണോയെന്ന് വെച്ചാൽ കഞ്ഞിയല്ല, ഇച്ചിരി കുറച്ചൊരു ഈർപ്പം ഉണ്ടാകും. അതാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പായസം പോലെ തോന്നുന്നു അല്ലേ കണ്ടിട്ട്? പായസം അല്ല കേട്ടോ, മധുരമാണ്. ഈ ഒരു പാച്ചോറ് എന്ന് പറഞ്ഞ വിഭവം തിരുവിതാംകൂർ ഭാഗത്തൊക്കെ കുറച്ച് പോപ്പുലറായിട്ടുള്ള, ആ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അതായത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ ഏരിയാസ്. ഒരുപാട് നല്ല നല്ല വിഭവങ്ങളുള്ള സ്ഥലമാണ് തിരുവിതാംകൂർ. പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര സ്വാദുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ തലശ്ശേരിയെക്കുറിച്ച് പറയുന്ന പോലെയാണ് എനിക്ക് എപ്പോഴും തിരുവിതാംകൂറിനെ കുറിച്ച് തോന്നുന്നത്. ആ ഭാഗത്തൊക്കെ ഉള്ള നമ്മളുടെ മുസ്ലിം സഹോദരങ്ങളെല്ലാം നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഭയങ്കര രസമാണ്. ഇത് പാച്ചോറും ഏതാണ്ട് ആ ഭാഗത്തൊക്കെ വളരെ പോപ്പുലറാണ്. അപ്പം അരി 1/2 കപ്പായിരുന്നു, പയറ് 1 കപ്പായിരുന്നു. അപ്പോൾ ഡബിളാണ് ക്വാണ്ടിറ്റി. ഇതൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചോറിലൊക്കെ പിടിച്ച് വരട്ടെ, ഒന്ന് വരണ്ട് വരുന്ന ആ ഒരു സമയം ചെറുതായിട്ട്, ഒരുപാടാവണ്ട. അപ്പോൾ നമ്മൾ പയറും കൂടി ചേർക്കണം. അപ്പോൾ ഈ ചോറും ശർക്കരയും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കൊഴുത്ത് വരുന്ന ആ ഒരു പാകത്തിൽ, ഈ ഒരു സമയത്ത് വരണ്ടങ്ങനെ വരണ്ട, ഒന്ന് കൊഴുത്താൽ മതി. അതേ നമുക്ക് തിളച്ചിങ്ങനെ നന്നായിട്ട് ആ ചോറിൽ മധുരമൊക്കെ പിടിച്ച് വരുന്ന ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ, ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഡബിൾ ക്വാണ്ടിറ്റിയാണ് ചെറുപയർ. അരി 1/2 കപ്പ് അരിയാണ് വേവിച്ചത്, ചെറുപയർ 1 കപ്പാണ് വേവിച്ചത്. വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ
അരക്കപ്പ് പച്ചരി വേവിച്ചപ്പോൾ ഏതാണ്ട് ഒരു 2-2.5 കപ്പോളം ഉണ്ടായിരുന്നു. അതിനെക്കാട്ടിലും ഡബിൾ ഉണ്ടാകും. ഏകദേശം ഒരു 3-3.5 കപ്പോളം ഉണ്ടായിരുന്നു. 4 കപ്പ് അടുപ്പിച്ചുണ്ടായിരുന്നു പയർ. 3-3.5 കപ്പ് എന്ന് പറയാം. എന്തായാലും അതിൻ്റെ വേവിക്കുന്നതിന് മുമ്പുള്ള പാകം എന്ന് പറയുന്നത് 1 കപ്പ് പയറും 1/2 കപ്പ് പച്ചരി. അത് ഫോളോ ചെയ്താൽ മതി. അതും കൂടി ചേർത്തു. ഇതിലേക്ക് തേങ്ങ എത്രത്തോളം ഇട്ടാൽ അത്രത്തോളം സ്വാദ്. അപ്പോൾ ഇതൊരു 1.5 കപ്പോളം തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളച്ച് പെട്ടെന്ന് തന്നെ ടൈറ്റാകും. തിളച്ച് ഒന്നുകൂടി ഒന്ന് വെന്തൊന്ന് ടൈറ്റായി പറ്റും. അപ്പോൾ ഇനി കുറച്ചൊന്ന് ടൈറ്റായി അതിൻ്റെ വെള്ളം ഒന്ന് കുറഞ്ഞ് വരുമ്പോൾ, ഒന്ന് കുറുകി വരുമ്പോൾ കുറച്ച്, ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി ചേർക്കാം. കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ അതങ്ങനെ ശരിയാകും. അതായത് ഈ ശർക്കര വീണ്ടും കിടന്നൊന്ന് തിളയ്ക്കുമ്പോൾ ആ പാനി ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ആ പയറിലേക്കും കൂടെയൊക്കെ പിടിച്ച് തേങ്ങയിലും പിടിച്ച് വീണ്ടും ഒന്നുകൂടി ഒന്ന് റെഡിയായി വരും. ഇത് പായസമല്ല, ആ ഐറ്റം അല്ല. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു അത് ഞാൻ ലാസ്റ്റ് പറയാം എന്താ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാച്ചോറ് ഇവിടെ ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. നന്നായിട്ട് ഡ്രൈ ആയി. ഈ ഒരു പാകത്തിലാകുമ്പോൾ ആദ്യം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചോറ് ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല. 1. 2, അതിലൊരുപാട് വെള്ളം പാടില്ല. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഊറ്റിയിട്ട് ആ ചോറ് ഉപയോഗിച്ചാൽ മതി. പയറും ആവശ്യത്തിനേ വേഗാവുള്ളൂ, വെന്ത് കുഴയാൻ പാടില്ല. എന്നാലേ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും വറ്റിക്കിട്ടാൻ. പിന്നെ ചോറ് ഓവർ കുക്ക്ഡ് ആവാനും പാടില്ല. അപ്പോൾ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ അടുപ്പിൽ നിന്നൊന്ന് മാറ്റാം. വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിക്കാം. ഈ നെയ്യുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എല്ലാം കൂടി ചേർത്ത് ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യ് പറഞ്ഞു. പക്ഷേ ഇത് പൊതുവേ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. ആരോഗ്യത്തിന് നല്ല കരിപ്പട്ടിയുണ്ട്, പയറുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നെയ്യുടെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം, അത്ര വേണ്ട. ഒരു ടേബിൾ സ്പൂണിൽ വേണമെങ്കിൽ നമുക്ക് നിർത്താം. ഇതിലൊഴിച്ച നെയ്യ് ഒഴിവാക്കിയിട്ട് ഈ അവസാനം 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഇനി നമ്മൾ താളിച്ചിടുന്ന കാര്യം ചെയ്യുക. അപ്പോൾ താളിക്കൽ എന്ന് പറയുമ്പോൾ ഒരു 4, 5, 6 ഏലക്ക, അതും 1 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. നല്ല ജീരകം ഒന്ന് വറുക്കുക. അവസാനം വറുത്ത് പാകത്തിന് മൂക്കാറാവുമ്പോഴേക്കും ആ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുത്ത് ഏലക്ക ജീരക മിശ്രിതമാണിത്. ഇത് ഈ നെയ്യിലിട്ടൊന്ന് വറുത്ത് ആ നെയ്യും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം. നെയ്യ് ചൂടായി തുടങ്ങി. നല്ല സ്ട്രോങ് ജീരകത്തിൻ്റെയും ഏലക്കയുടെയൊക്കെ ഒരു മണം. മതി, തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് നല്ലൊരു മണം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കും, എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇത് പായസം അല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലേക്ക് ഇതങ്ങോട്ട് മാറ്റുന്നു. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ ഇതിനെ അതിൻ്റെ പാട്ടിന് വിടുക. കാര്യം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ, നന്നായിട്ട് തണുക്കട്ടെ. നന്നായി തണുത്ത് കഴിയുമ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് തണുക്കുമല്ലോ. തണുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റാകും. സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് കഷ്ണങ്ങളായിട്ട് എടുക്കാൻ സാധിക്കും, കിണ്ണത്തപ്പമൊക്കെ പോലെ. അപ്പോൾ ആ രീതിയിലേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ നേരത്തെ തന്നെ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് തണുത്ത പിന്നെ പാച്ചോറ് ഇവിടെ ഉണ്ട്. അത് ഞാൻ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം.
അപ്പോൾ എന്തായാലും നമ്മളുടെ പാച്ചോറ് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. കണ്ടല്ലോ, കിണ്ണത്തപ്പം പോലെ ഇങ്ങനെ മുറിച്ച് കഴിക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കും.